ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ക്യാഷ് ബുക്ക് 7th ചാപ്റ്റർ. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ജേണൽ, ലെഡ്ജർ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ അടുത്തത് ക്യാഷ് ബുക്കാണ്. പല ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്കാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Record all the transaction only in a journal become very inconvenient and cumbersome. It need to be divided into many books. അപ്പോൾ പല ബുക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. There are various type of books that are maintained where the transaction will be recorded in these books according to their nature, such as cash book for cash transaction മാത്രം, സെയിൽസ് ബുക്ക് ഫോർ ക്രെഡിറ്റ് സെയിൽ മാത്രം, പർച്ചേസ് ബുക്ക് ഫോർ ക്രെഡിറ്റ് പർച്ചേസ്, അങ്ങനെ ഓരോന്ന്. ഔട്ട് ഓഫ് ദീസ് ബുക്സ് ക്യാഷ് ബുക്ക് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ബിക്കോസ് ഇറ്റ് റെക്കോർഡ് ലോർജ് നമ്പർ ഓഫ് ക്യാഷ് ഐറ്റംസ് ഓഫ് എ ബിസിനസ് കൺസേൺ. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ് ക്യാഷ് ബുക്ക്. കാരണം ബിസിനസ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ടു മേക്ക് എ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ് ചെയ്യുന്നത് അല്ലേ. അപ്പം പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ തന്നെ നമ്മൾ ക്യാഷ് ഡീലിങ്സ്, ക്യാഷ് ബുക്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്ക് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്കറിയാം. ക്യാഷ് ബുക്ക് ടൈപ്സ്: സിമ്പിൾ കോളം, ഡബിൾ കോളം, ലെഡ്ജർ. ഇതൊക്കെ ലെഡ്ജർ നിങ്ങൾക്കറിയാം, നേരത്തെ കണ്ട ഇതിലത്തെ അതേപോലെ തന്നെയാണ് ഇതിലും ലെഡ്ജർ വരിക, പെറ്റി ക്യാഷ് ബുക്കൊക്കെ. ഇനി ക്യാഷ് ബുക്ക്, മീനിങ്ങിൻ്റെ ക്യാഷ് ബുക്ക് ആൻഡ് സിമ്പിൾ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് ഈസ് എ ബുക്ക് ഇൻ വിച്ച് ഓൾ ക്യാഷ് റെസിപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ് ആർ റെക്കോർഡഡ്. അപ്പോൾ എല്ലാ ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റും റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് വി വിൽ കാൽക്കുലേറ്റ് ദ ബിസിനസ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ടാലി ഇറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടിരുന്നു, ഇപ്പോൾ ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾ ചിലപ്പോൾ ഓരോ മാസത്തിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും, ചിലപ്പോൾ 3 മാസം 6 മാസം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ബുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വി മേ മെയിൻറ്റെയിൻ സെപ്പറേറ്റ് ബുക്ക് ടു റെക്കോർഡ് ദീസ് ഐറ്റംസ് ഓഫ് ക്യാഷ് റെസിപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് ഏതാണ്? ക്യാഷ് ബുക്കാണ് അല്ലേ. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. അപ്പോൾ എപ്പോഴും തുടങ്ങുമ്പോൾ ഒന്നില്ലെങ്കിൽ ക്യാഷ് ബാലൻസോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ഫ്യൂ ബിസിനസ് ദർ ഈസ് നോ ക്യാഷ് ബാലൻസ് ടു സ്റ്റാർട്ട് വിത്ത്. അപ്പോൾ ചില ബിസിനസ് സ്ഥാപനങ്ങൾ ക്യാഷ് ബാലൻസ് ഉണ്ടാവില്ല, ഈക്വലായിരിക്കും. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഓൾ ഓർഗനൈസേഷൻ. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. വെൻ എ ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ജേണൽ. അപ്പോൾ ജേണലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് അക്കൗണ്ട്, ഡെബിറ്റ് ടു ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് ഓരോ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എൻട്രി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് നോ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഈസ് റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻ. പക്ഷേ ജേണലിൽ നമ്മൾ അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അല്ലേ. ക്യാഷ് ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇൻ ദ ലെഡ്ജർ ആസ് ക്യാഷ് ബുക്ക് സെർവ്സ് ദ പർപ്പസ് ഓഫ് ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് ബുക്ക് ഏതിന് മാത്രമാണ്? ക്യാഷ് ഡീലിങ്സ് മാത്രമാണ് ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലേ. ഇനി ടൈപ്സ്, ക്യാഷ് ബുക്കിൻ്റെ ടൈപ്സ്, എത്ര ടൈപ്സ് ഉണ്ട് എന്നുള്ളതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കേട്ടോ. സിമ്പിൾ കോളം ക്യാഷ് ബുക്കും ബാങ്ക് കോളം ക്യാഷ് ബുക്കും. പെറ്റി ക്യാഷ് അങ്ങനെ ചോദിക്കാറില്ല. ഒന്നില്ലെങ്കിൽ സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൽ ഒരു 5-6 ട്രാൻസാക്ഷൻ ചോദിക്കാം, അതല്ലെങ്കിൽ ബാങ്ക് കോളം ക്യാഷ് ബുക്കിൽ ചോദിച്ചേക്കാം. ഈ രണ്ട്, സിമ്പിൾ കോളമോ അല്ലെങ്കിൽ ബാങ്ക് കോളം ക്യാഷ് ബുക്കോ ആണ് റെലവൻ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഇനി സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാഷ് ബുക്കിൽ ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ ലെഡ്ജറിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ കണ്ടത് എന്താണ്? ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, അതായത് വലത് സൈഡ് ക്രെഡിറ്റ് സൈഡും ഇടത് സൈഡ് ഡെബിറ്റ് സൈഡും ആണെന്ന് പറഞ്ഞു. ദി സെയിം ഫോർമാറ്റാണ് ഇവിടെ ക്യാഷ് ബുക്കിനും വരുന്നത്. ഇനി അങ്ങോട്ട് അക്കൗണ്ടൻസിയിൽ നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ ലെഡ്ജർ ഫോർമാറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം എന്താണ്? എല്ലാ അക്കൗണ്ട്സിനും എന്താണ് ആവശ്യം? ലെഡ്ജറാണ് ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഫൈനൽ ബുക്കാണെന്ന് പറഞ്ഞു അല്ലേ, ലെഡ്ജർ. അപ്പം ഇവിടെ ക്യാഷ് റെസിപ്റ്റ് ആർ റെക്കോർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. അപ്പോൾ ക്യാഷ് റെസിപ്റ്റൊക്കെ നമ്മൾ ഏത് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക? ഡെബിറ്റ് സൈഡിലാണ്. അതായത്
ഇടത് വശത്ത് അല്ലേ. ഇനി ക്യാഷ് പേയ്മെൻറ്റ് ആർ റെക്കോർഡിന് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡ്, അത് വലത്തെ സൈഡിൽ. ഇൻ ദ ബുക്ക് ദർ ഈസ് ഓൺലി വൺ എമൗണ്ട് കോളം, ഒറ്റ എമൗണ്ട് കോളമേ ഉള്ളൂ രണ്ട് സൈഡിലും അല്ലേ. നോക്കിയേ, നമ്മുടെ ലെഡ്ജറിൻ്റെ സെയിം ഫോർമാറ്റ് തന്നെയല്ലേ. നോക്കിയേ, ഹെഡിങ് നമ്മൾ കൊടുക്കണം. സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ സെപ്പറേറ്റ് ആയിട്ടൊരു പ്രോബ്ലം ബേസ് ചെയ്തിട്ട് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് അടിച്ചു നോക്കിയാൽ തന്നെ വരും. അപ്പോൾ നോക്ക്, ലെഡ്ജറിൽ ഡെബിറ്റ്, ക്രെഡിറ്റ്, ഡേറ്റ് പെർട്ടിക്കുലർ, LF എമൗണ്ട്, ഡേറ്റ് പെർട്ടിക്കുലർ, LF എമൗണ്ട്, സെയിം ലെഡ്ജറിൻ്റെ അതേ ഫോർമാറ്റ് തന്നെയല്ലേ. അപ്പോൾ നമുക്കറിയാം ഡേറ്റ് നമ്മൾ എന്തിനാണ് മെൻഷൻ ചെയ്യുന്നത്? നമ്മൾ ഓരോ ദിവസത്തെ, ഏത് ദിവസത്തെയാണ് ക്യാഷ് ഡീലിംഗ് നടത്തിയത്, ഏത് ദിവസത്തെ ക്യാഷ് പേയ്മെൻ്റ് ആണ് നടത്തിയത് എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇനി പർട്ടിക്കുലറിൽ നമ്മൾ എന്താ എഴുതുക? ഡീറ്റെയിൽഡ്, ആ പെർട്ടിക്കുലർ ഡേറ്റിൽ എന്ത് ട്രാൻസാക്ഷനാണ് നടന്നതെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പർട്ടിക്കുലർ യൂസ് ചെയ്യുന്നത്. ഇനി ലെഡ്ജർ ഫോളിയോ നമ്മൾ എന്താ, ഇൻ കേസ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എറേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ലെഡ്ജർ ഫോളിയോ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നതാണ് ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത്. ഇനി എമൗണ്ട് നിങ്ങൾക്കറിയാം, വന്ന എമൗണ്ട് പോയ എമൗണ്ടും എത്രയാണെന്നുള്ളത് എമൗണ്ട് സൈഡിൽ എഴുതുക എന്നുള്ളത് അറിയാം അല്ലേ. ഇനി ക്യാഷ് ബുക്ക് ഈസ് ഇൻ എ വേ എ ക്യാഷ് അക്കൗണ്ട് വിത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഈസ് എൻ അസറ്റ് അക്കൗണ്ട്. സോ ദ റൂൾ ഫോളോഡ് ഈസ് ഇൻക്രീസ് ഇൻ അസറ്റ് ടു ബി ഡെബിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ അസറ്റ് ടു ബി ക്രെഡിറ്റഡ്. ഇൻക്രീസ് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ദിസ് ഇംപ്ലൈസ് ദറ്റ് ക്യാഷ് ബുക്ക് ഈസ് എ ബുക്ക് വെയർ ഓൾ ദ റെസിപ്റ്റ് ഇൻ term of cash are recorded on the debit side and the debit side of the cash book, and all the cash payment item of cash are recorded on the credit side. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്കിലെ ഡെഫിനിഷനോ മീനിങ്ങോ എന്തോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ക്യാഷ് ബുക്ക് റെക്കോർഡ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലേ, റിലേറ്റഡ് ടു ക്യാഷ് റെസിപ്റ്റ് ആൻഡ് എന്താണ് ക്യാഷ് പേയ്മെൻറ്റ് ഓൺലി ഇൻ ക്യാഷ് ഡീലിങ്സ് മാത്രം അല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണ് വരുന്നത്. ഇനി ഇത് അവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഈ പെർട്ടിക്കുലർ പ്രോബ്ലം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്, സെപ്പറേറ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പാർട്ട് 2 നോക്കുക, സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പാർട്ട് 2 അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ പാർട്ട് 2 നോക്കുക, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി പോസ്റ്റിംഗ് ഓഫ് ക്യാഷ് ബുക്ക് ഇൻ ദ ലെഡ്ജർ. നമ്മൾ ലെഡ്ജറിൽ നമ്മളെങ്ങനെയാണ് ഓരോ അക്കൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ഓരോ അക്കൗണ്ട് എടുത്ത് ഓപ്പൺ ചെയ്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ദ സെയിം വേ തന്നെയാണ് ഇവിടെയും സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് ലെഡ്ജർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഓരോ അക്കൗണ്ടാണിത് ഓപ്പൺ ചെയ്ത് ടാലി ചെയ്ത് ഇട്ടിരിക്കുന്നതാണിത്. ഇൻലിസ്ട്രേഷൻ പ്രോബ്ലംസൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി ബാങ്ക് കോളം ക്യാഷ് ബുക്കും ഒരു ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ട് തന്നെയാണ്. മാത്രമല്ല ഇമ്പോർട്ടൻറ്റ് ചോദ്യം കൂടി വരാം. ഒന്നില്ലെങ്കിൽ ബാങ്ക് കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയും ഈ ചോദ്യം, അല്ലെങ്കിൽ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് കോളം ക്യാഷ് ബുക്ക് വെൻ ദ നമ്പർ ഓഫ് ബാങ്ക് ട്രാൻസാക്ഷൻ ഈസ് ലാർജ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ ഒരുപാടുണ്ടെങ്കിൽ, ഒരു വലിയ ഓർഗനൈസേഷനിലൊക്കെ അധികം ഡീലിങ്സ് ഏതിലൂടെയാണ് നടക്കുന്നത്? ബാങ്ക്. ഇപ്പോൾ കറൻ്റ്ലി ഏതാണ്? ബാങ്കിൽ തന്നെയാണ് നടക്കുന്നത്, ത്രൂ നെറ്റ് ബാങ്കിങ് വഴി, അങ്ങനെ ഗൂഗിൾ പേ, അങ്ങനെയൊക്കെ ഒരുപാട് സിസ്റ്റം വന്നതുകൊണ്ട് തന്നെ വലിയ ഓർഗനൈസേഷനിൽ മാത്രമല്ല നമ്മളെ പോലുള്ള സാധാരണ പോലെ ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കാം. വെൻ ദ നമ്പർ ഓഫ് ബാങ്ക് ട്രാൻസാക്ഷൻ ഇസ് ലാർജ്. അപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻ ഒരുപാട് ഒരു സ്ഥാപനത്തിൽ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് എ സെപ്പറേറ്റ് ബുക്ക് ടു റെക്കോർഡ് ബാങ്ക് ട്രാൻസാക്ഷൻ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു ബാങ്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ് ഇതെന്ന് പറയുന്നത്, ബാങ്ക് കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് എ സെപ്പറേറ്റ് ബുക്ക് ടു റെക്കോർഡ് ക്യാഷ് ബാങ്ക് ട്രാൻസാക്ഷൻ, എ കോളം ഈസ് ആഡഡ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്മൾ സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ്, അതിനൊരു എക്സ്ട്രാ കോളം കൂടി വരുന്നു മാത്രം, ഒരു ബാങ്ക് കോളം മാത്രം എക്സ്ട്രാ വരും. ദിസ് ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്ക് ഈസ് നോൺ ആസ് ബാങ്ക് കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടൈപ്പ് ഓഫ് ബുക്കിനെയാണ് നമ്മൾ ബാങ്ക് കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്, അഥവാ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ആൾ പേയ്മെൻറ്റ് ഇൻ ടു ബാങ്ക് ആർ റെക്കോർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ഓൾ വിഡ്രോവൽ പേയ്മെൻറ്റ്. മനസ്സിലായില്ലേ? എന്താണ്? ഓൾ പേയ്മെൻറ്റ് ഇൻ ടു ബാങ്ക് ആർ റെക്കോർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. അതുപോലെ തന്നെ ഓൾ വിഡ്രോവൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ത്രൂ ദ ബാങ്ക് ആർ റെക്കോർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക്. ഇവിടെ നോക്കിയേ, ഫോർമാറ്റ് നോക്കിയേ, ഡേറ്റ് പെർട്ടിക്കുലർ LF ക്യാഷ് ബാങ്ക്, ഡേറ്റ് പെർട്ടിക്കുലർ LF ക്യാഷ് ബാങ്ക്, അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് കോളം കൂടി തുറക്കണം. ആ എമൗണ്ടിൻ്റെ കോളം പേരാണെന്ത്? ബാങ്ക് എന്നുള്ളത് അല്ലേ.
ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇൻ പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് കോളം ക്യാഷ് ബുക്കിൽ ഇൻ ബാങ്ക് കോളം ക്യാഷ് ബുക്ക് ഈച്ച് ക്യാഷ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡ് ഇൻ ദ സിമിലർ മാനർ. നമ്മൾ സിമ്പിൾ കോളത്തിൽ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു ദ സെയിം വേ ആണ് ഇവിടെയും റെക്കോർഡ് ചെയ്യുന്നത്. ദ ഡിഫറെൻറ്റ് ഇൻ ദാറ്റ് ബാങ്ക് കോളം ക്യാഷ് ബുക്ക് ആർ റെക്കോർഡ് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ബാങ്ക് ഓൾസോ. ബാങ്കിൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് നിങ്ങൾക്കറിയാം അല്ലേ? ഓപ്പണിംഗ് ക്യാഷ് ബാങ്ക് റെക്കോർഡിൻ്റെ ഡെബിറ്റ് സൈഡാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ചെക്ക്, ഇപ്പോൾ ചില ട്രാൻസാക്ഷനിൽ പർച്ചേസ് ഗുഡ്സ് ത്രൂ ചെക്ക് എന്നൊക്കെ വരും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളത് ഏത് കോളത്തിലാണ് എൻ്റർ ചെയ്യേണ്ടത്? ബാങ്ക് കോളത്തിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ക്യാഷായിട്ടാണ് ഡീലിംഗ് നടത്തിയതെങ്കിൽ ക്യാഷ് കോളത്തിൽ എഴുതിയാൽ മതി. ഇനിയിപ്പോൾ ബാങ്ക് അല്ലെങ്കിൽ ചെക്ക് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ഇങ്ങനെയൊക്കെ തരികയാണെങ്കിൽ നമ്മൾ ബാങ്ക് വഴിയാണ് അത് നടക്കുന്നത് കൊണ്ട് നമ്മൾ ബാങ്ക് കോളത്തിലാണ് എഴുതുന്നത്. ഇവിടെ പ്രധാനപ്പെട്ടത് ഒന്ന് കോൺട്രാ എൻട്രി. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോൺട്രാ എൻട്രി എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. വെൻ ദർ ഈസ് എ ട്രാൻസാക്ഷൻ ദാറ്റ് റിലേറ്റ് ബോത്ത് ക്യാഷും ബാങ്കും, രണ്ടിലും ഇൻവോൾവ് ആവുന്നത്, ക്യാഷ് കോളത്തിലും ബാങ്ക് കോളത്തിലും ഇൻവോൾവ് ആവുന്ന ഒരു ട്രാൻസാക്ഷൻ. ദിസ് വിൽ ബി റിട്ടേൺ വൺ സൈഡ് ഓഫ് ബാങ്ക് കോളം ആൻഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ക്യാഷ് കോളം. ഒന്നില്ലെങ്കിൽ ബാങ്ക് കോളത്തിലോ ഒരു സൈഡിൻ്റെ അല്ലെങ്കിൽ മറ്റേ സൈഡിൻ്റെ. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് കോളത്തിൽ എഴുതിയാൽ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ബാങ്ക് കോളത്തിൽ എഴുതും. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ എഴുതിയാൽ ഡെബിറ്റ് സൈഡ് ക്യാഷ് കോളത്തിൽ എഴുതും. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഒരു ട്രാൻസാക്ഷനെയാണ് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളിത് കോൺട്രാ എൻട്രി ആണ് എന്നുള്ളത് പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. ക്യാഷ് ഈസ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. ഇതാണ് അധികവും വരിക, ക്യാഷ് ഈസ് ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്. അപ്പോൾ ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളതാണ് അല്ലേ? ഡെബിറ്റ് സൈഡ് ഓഫ് ദ ബാങ്ക് കോളം ആൻഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് കോളം ഓഫ് ക്യാഷ് ബുക്ക്. ഇങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ. അപ്പോൾ ഇങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് നമ്മളൊരു കോൺട്രാ എൻട്രി ആണ് ഇത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ അത് എവിടെയാണ് നോട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഡ്ജർ ഫോളിയോൻ്റെ കോളം കാണുന്നില്ലേ, ആ കോളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കോൺട്രാ എൻട്രി ആണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓൺ May 15, 2014 ക്യാഷ് വിത്ത്ഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസിന് വേണ്ടി ക്യാഷ് പിൻവലിച്ചു എന്നാണ് പറയുന്നത്, 2000 രൂപ അല്ലേ? അപ്പോൾ ക്യാഷ് വിത്ഡ്രോ എന്ന് പറയുമ്പോൾ ഡ്രോയിങ് ആണല്ലോ വരിക, ഡ്രോയിങ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണല്ലോ വരിക അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കോൺട്രാ എൻട്രി ആയതുകൊണ്ട് ഓഫീസ് യൂസ് ആണ് ഇവിടെ നമുക്ക് വരുന്നത്, പേഴ്സണൽ യൂസ് അല്ല നമുക്ക് വരുന്നത് അല്ലേ? അപ്പം ഇവിടെ നമ്മൾ എന്തെന്നാണ് എഴുതേണ്ടത്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഈ എൻട്രിയാണ് നമുക്ക് വരിക. ഇതാണ് കോൺട്രാ എൻട്രി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് നമ്മൾ നോട്ട് ചെയ്തിട്ട് LFൽ നമ്മൾ C എന്ന് നോട്ട് ചെയ്യുക, കോൺട്രാ എൻട്രി ആണ്. അപ്പം നമ്മളിവിടെ പർട്ടിക്കുലറിൽ ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് എമൗണ്ട് എഴുതണം. അതേസമയം ഡെബിറ്റ് സൈഡിൽ നോക്കൂ, ബാങ്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ക്യാഷ് കോളത്തിലാണ് നമ്മൾ ഇടുന്നത്. ഇനി ഇങ്ങനെയാണ് വരുന്നത് കോൺട്രാ എൻട്രി. ഓക്കെ, ഇനി എൻറോസ്മെൻറ്റ് ഓഫ് ചെക്ക്. വെൻ ചെക്ക് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ ഇസ് ഗിവൺ ടു സം അതർ പാർട്ടി. ഇപ്പോൾ ഒരു ചെക്ക് റിസീവ് ചെയ്തു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന്, റിസീവ് ചെയ്തു, ഈസ് ഗിവൺ ടു സം അതർ പാർട്ടിക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എൻറോസ്ഡ് എന്ന് പറയുന്നത്. ഓൺ റിസീപ്റ്റ് ഇറ്റ് ഈസ് റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് കോളം. അത് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഡെബിറ്റ് സൈഡ്, ക്യാഷ് കോളത്തിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓൺ എൻറോസ്മെൻറ്റ് ഓഫ് ചെക്ക് ദ എമൗണ്ട് ഈസ് റെക്കോർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക്. അപ്പോൾ എൻറോസ്മെൻറ്റ് ഓഫ് ചെക്ക് എന്ന് പറയുമ്പോൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? എമൗണ്ട് ഈസ് റെക്കോർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് കോളം ഓഫ് ക്യാഷ് ബുക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നോക്കി നോക്കൂ. ഓൺ May 22, 2014 എ ചെക്ക് ഓഫ് ₹8,000 ഇസ് റിസീവ്ഡ് ഫ്രം MSJP ട്രേഡേഴ്സിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ട്. ഓൺ May 27, 2014 ഇറ്റ് വാസ് എൻറോസ്ഡ് ഇൻ ഫേവർ ഓഫ് MS കപിൽക ട്രേഡേഴ്സ് ഇൻ കേസ് ദ ട്രാൻസാക്ഷൻ ആർ റെക്കോർഡ്. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? പേയ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വരും എന്ന് പറഞ്ഞു, റിസീവ്ഡ് ആണെങ്കിൽ നമ്മൾ ഏത് സൈഡിൽ വരും എന്ന് പറഞ്ഞു? ഡെബിറ്റ് സൈഡിലാണെന്ന് പറഞ്ഞു. അപ്പോൾ JP ട്രേഡേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടി 8,000 കിട്ടി, ക്യാഷായിട്ട് കിട്ടി അല്ലേ? ചെക്ക് വരുമ്പോൾ നമ്മൾ എന്തെന്ന് എഴുതണം? ക്യാഷ് കോളത്തിലാണ് എഴുതേണ്ടത്. ഇനി അതേസമയം അത് കൊടുക്കുകയാണെങ്കിൽ ആർക്കാണ്? കപില ട്രേഡേഴ്സിനാണ് കൊടുക്കുന്നത്.
ചെക്കായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ചെക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ എവിടെ എൻ്റർ ചെയ്യണം? ക്യാഷിലാണ് എൻ്റർ ചെയ്യുന്നത്. ഇനി ബാങ്ക് ചാർജ്. ഇഫ് ബാങ്ക് ചാർജ് എനി ഇൻട്രസ്റ്റ്, ബാങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് എന്താണ് ATM വന്ന് പൈസ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചാർജസ് വരാറില്ലേ? അത് സെയിം കേസ് തന്നെയാണ് ഇവിടെ ബാങ്ക് ചാർജ് ചെയ്യുന്നത്. അപ്പം ചെക്ക് കളക്ഷൻ ചാർജസ് എക്സെട്ര ആർ എൻറ്റർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേയ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള കളക്ഷൻ ചാർജ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് വരുന്നത്. അപ്പോൾ സിമിലർലി ഇഫ് ബാങ്ക് ഗിവ്സ് ഇൻട്രസ്റ്റ്, നമുക്കാണ് ഇൻട്രസ്റ്റ് തരുന്നതെങ്കിൽ കളക്ട് കമ്മീഷൻ എക്സെട്ര ദീസ് വിൽ ബി റെക്കോർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചു എന്തെന്ന്, റിസീവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെബിറ്റ് സൈഡിലാണെന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോയതൊക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് നോട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ പിന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? ഇനി ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം പ്രോബ്ലം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോബ്ലം ആയിരിക്കും ഞാൻ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ബാങ്ക് കോളം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കുക എല്ലാവരും. ഇനി ഇതിനും എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ലെഡ്ജർ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതും ലെഡ്ജർ അക്കൗണ്ടൊന്നും നിങ്ങളോട് ചോദിക്കില്ല. മെയിനായിട്ട് ഏതാ ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ കോളം ക്യാഷ് ബുക്കും അഥവാ ഡബിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് കോളം ക്യാഷ് ബുക്കാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കി പെറ്റി ക്യാഷ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.